അല്ല, തരൂരിനെ കോൺഗ്രസ്സുകാർ പണ്ടും വളർന്നിട്ട് ആക്രമിക്കാറുണ്ട്. അദ്ദേഹം എപ്പോഴും ഒരു ഉള്ള സത്യം ഉള്ളതുപോലെ ഒത്തു പറയുന്ന ആളല്ല. കാരണം പുള്ളി ഒരു പൊളിറ്റീഷ്യൻ അല്ല, അതാണ് പ്രധാന കാരണം. രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വളർത്തിയതല്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അന്താരാഷ്ട്ര ലെവലിൽ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം. ചരിത്രം പഠിക്കും, കാര്യങ്ങൾ പഠിക്കും, അതുകൊണ്ട് ഈ ഉള്ളത് പറയും, ഒത്തു പറയത്തില്ല. അങ്ങനെ കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയത് അദ്ദേഹം എഴുതി. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലായാലും ഇന്ത്യ ആയാലും എന്താണ്, ഉള്ളത് പറയുന്നതിനല്ല ഇഷ്ടം, ഒത്തു പറയുന്നതിനാണ്. കാരണം ലോകത്ത് പല രാജ്യങ്ങളിലാണെങ്കിലും ഈ ശരി നല്ലത് ആണ് പറഞ്ഞതെങ്കിൽ അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒരുപോലെ അംഗീകരിക്കും. ഇവിടെ ഭരണപക്ഷത്തെ വെറുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി. ഭരണപക്ഷം ശരി ചെയ്താലും തെറ്റ് ചെയ്താലും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന നിലയിൽ എന്തിനും ഏതിനും ഉള്ളതിനും ഇല്ലാത്തതിനും വിമർശിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ജോലി. അതിനിടയിലാണ് ഈ തരൂരിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അവർ ആകെ കല്ലുകടിച്ച പോലെ ആയിപ്പോയി. തരൂർ സത്യസന്ധമായ അദ്ദേഹത്തിന് തോന്നിയ ഒരഭിപ്രായം കേരളത്തിലെ വ്യവസായ കാര്യങ്ങളെപ്പറ്റിയും അതിൻ്റെ ഉയർച്ചയെപ്പറ്റിയും നിഷ്പക്ഷമായ ഒരു അഭിപ്രായ ലേഖനം എഴുതി. അദ്ദേഹം അതിന് തുറച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഞാൻ എഴുതിയത് നിങ്ങൾ വായിച്ചു നോക്കുമെന്ന് പറയുന്നു. അപ്പോൾ വളരെ ധൈര്യമായിട്ടും തൻ്റെ അടുത്തോടും വിമർശിച്ചവരുടെ മുമ്പിൽ നട്ടല് നിവർത്തുകൊണ്ട് തൻ്റെ അടുത്തോടുകൂടി തരൂർ നിൽക്കുമ്പോൾ രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ടും വിലയിരുത്തിക്കൊണ്ടും അഭിപ്രായം പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് അതിനു മുമ്പ് അടിയറ പറയാതെ തൻ്റെ ഇടത്തോടുകൂടി സത്യങ്ങൾ ഒത്തു പറയാതെ ഉള്ളത് പറഞ്ഞ തരൂരിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. പക്ഷെ തരൂരിനെ കൊണ്ടുള്ളവർക്ക് ഇന്ന് കേരള രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും രക്ഷയില്ല. കാരണം എന്താ വെച്ചാലും ഒത്തുപറയുന്നതിന് രക്ഷയുള്ളൂ. സാമൂഹിക സത്യങ്ങൾ സത്യമായി കണ്ടു പഠിച്ച് പറയുന്നതിന് ആർക്കും ഇഷ്ടമല്ല. അത് നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വികലമായ ഒരു സ്വഭാവം വൈകൃതമായി ഇന്ന് നിലനിൽക്കുക. ആര് നല്ലത് ചെയ്തോ അത് നല്ലതാണെന്ന് പറയും, ചീത്ത ആര് ചെയ്തോ അത് ചീത്തയാണെന്ന് പറയുകയും ചെയ്യുന്നൊരു സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം പ്രത്യേകിച്ചും ഇന്ത്യയിലില്ല. ഭരണത്തിലിരിക്കുന്നവരെന്ത് പറയുന്നു അതിനെതിരെ പ്രതിപക്ഷം പറയും, പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം പറയും. അത് ഒരു ശൈലിയായി മാറിയിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാനൊക്കെ കോൺഗ്രസിനകത്ത് സത്യം പറഞ്ഞാൽ സത്യം ഇപ്പോൾ ആർക്കും പറയാൻ പാടില്ല. തരൂരിന് സത്യമല്ലേ പറഞ്ഞു. അയാൾ 4ാമത്തെ പ്രാവശ്യം ജയിച്ചില്ലേ കുഞ്ഞെ. അദ്ദേഹത്തെ എതിർത്തവരാണ് കോൺഗ്രസ്സുകാർ പലരും. ആ സീറ്റ് ആഗ്രഹിച്ച പലരില്ല ഞാൻ തിരുവനന്തപുരത്ത്. എന്നിട്ട് അവിടുത്തെ ജനങ്ങളെന്താ ചെയ്തത്? അവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകളാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം നിന്ന് മത്സരിക്കുന്ന നിയോജകമണ്ഡലം. അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ അറിവും തിരിച്ചറിവും പ്രബുദ്ധതയും ഉള്ള തരൂരിന് വോട്ട് ചെയ്യണമെന്നുള്ള തോന്നലിൽ ആളുകൾ അഹമികായി മുമ്പോട്ട് വരുന്നു, വോട്ട് ചെയ്യുന്നു, അദ്ദേഹം ജയിക്കുന്നു. അത് രാഷ്ട്രീയം പോലും ആ നാട്ടുകാർ നോക്കാറില്ല. അവർ അറിവാണ് നോക്കുന്നത്. അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം മുൻപന്തി. ആരോടും 5 പൈസ പിരിക്കാറില്ല, മേടിക്കാറില്ല. അപ്പോൾ ഈ സാധാരണ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി കിട്ടുന്ന നടന്ന് ലോരൂപ പിരിക്കുകയാണ്. തരൂർ 5 പൈസ ആർക്കൊന്നും പിരിക്കുകയില്ല. സ്വന്തമായി പണം ഇഷ്ടംപോലുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഫോറിനിൽ നിന്ന് പണം കിട്ടുന്നുണ്ട് പല രീതിയിലുള്ള. തരൂര് ശരിക്കും കേരള സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല പ്രശംസിച്ചത്, കേന്ദ്രത്തെയും പ്രശംസിച്ചു. നല്ലത് ചെയ്തതന്നെ ആരെയും പ്രസംഗിച്ചാൽ എന്താ തെറ്റ്? കേന്ദ്രവും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അത് ഇതുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം BJP പോകട്ടെ എന്നൊക്കെ പറഞ്ഞ ആളുകളുമുണ്ട്. ഇനി BJP പോകുന്നവരെ വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറയും. അല്പം കഴിയുമ്പോൾ ഇത് മാറും.